Watch full episodes on Jio Hotstar. Left, right, attention! മോട്ടു എഴുന്നേൽക്ക്. അപ്പോ ഞാൻ നിങ്ങളുടെ ഡോഗ്സിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നോക്ക് ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. ഓക്കെ, നൗ സിറ്റ്, ക്രോൾ, സ്റ്റാൻഡ്. ഇതൊക്കെയാണോ ഒരു ട്രെയിനിങ്? ഇതിനേക്കാളും നല്ല ട്രെയിനിങ് ഞാൻ കൊടുക്കുമല്ലോ. Are you challenging me? Yes, I am challenging you. Okay, I'll give you 1 week. നിങ്ങൾ കാണിക്ക് എന്ത് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ഡോഗ്സിന് കൊടുക്കാൻ പറ്റുന്നതെന്ന്. Okay, done. സോറി ചേട്ടാ, വെരി സോറി. ഞങ്ങൾ യൂറോപ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഡോഗി ട്രെയിനിങ്ങിനൊന്നും വന്നതല്ല. വാ മോട്ടു. ഒരാള് വെല്ലുവിളിക്കുന്നു, അടുത്തൊരാള് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു. റിച്ചർഡിനെ ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? ഇത് നമ്മളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതെ, പൊളിച്ചെടുത്തല്ല. മോട്ട് പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടാ. നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണത്. ഞാനിപ്പോ ഇവന് ഈ ഡോഗിനെ ട്രെയിൻ ചെയ്ത് കാണിച്ചു കൊടുക്കാം. Okay, challenge accepted. We will meet you after a week and see. അതായത് ഈ ഡോഗ്സിന് എനിക്ക് കൊടുക്കാൻ പറ്റാത്ത എന്ത് ട്രെയിനിങ് ആണ് ഇവർ കൊടുക്കാൻ പോകുന്നതെന്ന്. നാളെ മുതൽ കുറച്ച് ന്യൂ ഡോഗ്സ് വരാൻ പോകുകയാണ്. നിങ്ങൾ അതിനെ ട്രെയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്റെ സ്ഥലം ഉപയോഗിക്കാം. And I'll meet you after a week. എന്റെ ചെകുത്താൻ ബുദ്ധിയിൽ ഒരു സൂപ്പർ ഐഡിയ വന്നിട്ടുണ്ട്. Go and jump. Very good. Go. Jump. വരൂ. ഹാ, very good. വരൂ. ഹാ, വരൂ. വരൂന്നേ. പതുക്കെ വരൂ. പേടിക്കണ്ട, പതുക്കെ വന്നാ മതി. തുള്ളിക്കോ. വെരി ഗുഡ്. ബോസ് നിങ്ങൾ 5 ദിവസമായിട്ട് മോട്ടുപെട്ടലിന് ചെയ്യുന്നില്ലല്ലോ. ആ മോട്ടു അവന്റെ ട്രെയിനിങ് സെന്ററിൽ ഡോഗ്സിനൊക്കെ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുക. ഈ ഡോഗിനെ ഇവിടെ നിന്ന് കൂട്ടിട്ട് വന്നത് ബോസ്. നിങ്ങളും ഡോഗ് ട്രെയിനിങ് ചെയ്തു തുടങ്ങിയ ബോസ്. ഇതൊരു റോബോട്ടിക് ഡോഗാടാ. വൈറസാർ എനിക്ക് വേണ്ടി അയച്ചതാണ്. 5 ദിവസം ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ കാത്തുകൊണ്ടിരുന്നത്. വാ ബോസ്, വാ, അടിപൊളി. ആ മോട്ടുപൊട്ടിലൊരു നല്ല പാഠം പഠിപ്പിച്ചു കൊടുക്കും ഈ ഡോഗ്. ലെഫ്റ്റ് റൈറ്റ് അറ്റൻഷൻ. മോട്ടു എഴുന്നേൽക്ക്. കലക്കി മോട്ടു, കലക്കി. നീ ഇവരെ പരേഡൊക്കെ പഠിപ്പിച്ചല്ലോ. ഹലോ, എന്റെ പേര് ഷോൺ ഡി കോസ്റ്റ. ഞാൻ കേട്ടറിഞ്ഞു നിങ്ങൾ ഡോഗ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ. ഇത് എന്റെ ഡോഗാണ്. നിങ്ങളെ കൊണ്ട് ഇതിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ? ടൈഗർ. അതൊരു നോട്ടി ഡോഗാണ്. നിങ്ങൾ അതിനെ ഡിസിപ്ലിൻ ആക്കി മാറ്റണം. അതിനെന്താ, ഇതല്ലേ ഞങ്ങളുടെ ജോലി. വെരി ഗുഡ്. എന്റെ ഡോഗിനെ സൂക്ഷിച്ചോണം, മനസ്സിലായോ? ബൈ. അതിനെന്താ, ഞങ്ങൾ ഇതിനെ നല്ലോണം നോക്കിക്കോളാം. അക്കൂട്ടത്തിൽ ഞങ്ങളെയും. വരൂ പത്തലു, പോയി നമുക്ക് ചായയും പലഹാരവും കഴിച്ചിട്ട് വരാം. അതെ, നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? തനിക്കെന്താ കണ്ണ് കണ്ടൂടെ? ഞങ്ങൾ പരേഡല്ലേ ചെയ്തോണ്ടിരുന്നത്. പരേഡോ? നിങ്ങൾക്കൊന്നും ബുദ്ധിയില്ലേ? നിങ്ങൾക്കൊക്കെ ആത്മാഭിമാനം, സെൽഫ് റെസ്പെക്ട് ഒന്നുമില്ലേ? അവര് പറയുന്നതൊക്കെ കേൾക്കണം എന്ന് എന്താ റൂളാണോ? ശരിയാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഞങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നതും. മുതലാളി പറയുന്നതാണ് വേദവാക്യം. അതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ടൈഗർ, ഇന്ന് നിന്റെ ട്രെയിനിങ് തുടങ്ങാൻ പോവുകയാണ്. ഈ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് മിണ്ടാതിരിക്കണം. അവിടെ ഇരിക്കേ. ടൈഗർ, സിറ്റ്. കൊഴപ്പൊന്നുമില്ല മോട്ടു. അതിന് ചിലപ്പോ ഇരിക്കെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അറിയാഞ്ഞിട്ടാവും. ടൈഗർ എന്റെ കൂടെ ഓട്. ടൈഗർ റൺ. ഓട്. റൺ ടൈഗർ റൺ. എന്താ പറ്റിയത്? ഓടാനാ പറഞ്ഞേ. വരൂ ടൈഗറെ, അകത്തോട്ട് വരൂ.
ഇത് നോക്കൂ ടൈഗർ, ഇങ്ങനെ വേണം പിടിക്കാൻ. ടൈഗർ ഇതുപോലെ ചാടണം കേട്ടാ. നടക്ക്. ഇനി ജമ്പ് ചെയ്ത് കാണിച്ചേ. സ്വന്തം ജമ്പ് ചെയ്യാനാ പറഞ്ഞത്, അല്ലാതെ ഇങ്ങനെയല്ല. പത്തിലോ ഇതൊരു തലതിരിഞ്ഞ ഇനവാ, കണ്ടില്ലേ? ഒരു സംഗതി കേൾക്കുന്നില്ലല്ലോ. വരൂ നമുക്ക് പോയിട്ട് ചായയും പലഹാരവും കഴിച്ചിട്ട് പിന്നീട് ട്രെയിനിങ് തുടങ്ങാം. ഓക്കേ? ആ ശരി, ഡോക്ടർ ജഡ്കയ്ക്ക് ഫോൺ ചെയ്ത് പറയാം. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നാ. ഹലോ വലിയേട്ടാ. എന്താ ഷോ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. ഇനി മുതൽ ഞങ്ങൾ എല്ലാരും അങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിന് എന്ത് ശരിയെന്ന് തോന്നുന്നോ അത് ചെയ്താൽ മതി. മുതലാളി പറയുന്നൊന്നും കേക്കണ്ട. എന്താ മനസ്സിലായോ? ഇപ്പൊ മുതലാളികളൊക്കെ വരും നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകാൻ. അപ്പൊ അവര് വീട്ടിലേക്ക് പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കട്ട് കഴിക്കാൻ നോക്ക്. എന്നിട്ട് അവിടെയുള്ള സ്വർണങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ താ. ഓക്കേ? ഓക്കെ. ചേട്ടാ എന്റെ ചങ്ങ ബ്രോ, എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിലിടുന്നത്? ഇതാ ഡോഗ് സ്കോളർ, ഇതിനെ അതിന്റെ കഴുത്തിലിട്. അതിനുശേഷം നിങ്ങൾ പറയുന്നത് അതിനെ കൊണ്ട് കേൾക്കാൻ പറ്റും, അതിന് മനസ്സിലാകും. എന്നാ എല്ലാ ഡോഗ്സിന്റെ കഴുത്തിലും ഇതിട്. ഇന്നാ ഇതൊക്കെ കഴുത്തിലിരിക്കട്ടെ. ഓക്കേ ടൈഗർ, ഇന്ന് തൊട്ട് ഞങ്ങളാരും നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കില്ല. നിങ്ങൾ എന്താ ഞങ്ങളെ സർക്കസ് ജോക്കർ എന്നാണോ കരുതിയിട്ടുള്ളത്? വരൂ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവർക്ക് നമ്മൾ പണി കൊടുക്കാം. വേണ്ട കുട്ടാ. അതെ അതെ വരൂ. ഞാൻ പറയുന്നത് കേൾക്ക്, ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വാ വേഗം എസ്കേപ്പ് ആകാം. ഓടി ഓടി എനിക്ക് വയ്യാതെയായി. ഞാൻ ഓടി ഓടി ക്ഷീണിച്ചു പോയി. എന്ത്, നിങ്ങൾ എവിടെയാണോ ഉള്ളത്? സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. സ്റ്റോപ്പ്. ചാർജ്. കടിക്കില്ല കടിക്കില്ല കടിക്കില്ല. ടൈഗർ തെറ്റുപറ്റിപ്പോയതാ. ഇനി ഒരിക്കലും ഞാൻ നിന്നോട് ഓർഡർ ചെയ്യില്ല. അല്ല മോട്ടു, ഈ നായുടെ മേത്ത് തേങ്ങ വീണപ്പോ മെറ്റലിന്റെ ശബ്ദം എവിടെന്നാ വന്നത്? ഓ, അപ്പൊ ഇത് റോബോട്ടിക് ഡോഗ് ആണ്. ആരോ ഇത് വേണോന്ന് വെച്ച് ചെയ്തതാണ്. നമ്മളത് കണ്ടുപിടിച്ചേ മതിയാകൂ. വിക്ടർ വരുന്നുണ്ട്. അവനിപ്പോ നമ്മളോട് ചോദിക്കും ട്രെയിനിങ് ഒക്കെ എന്തായിന്ന്. നമ്മൾ എന്താ ചെയ്യാ? ഡോക്ടർ ജഡ്ക, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ദേ ഈ കാണുന്ന ഒരു ഡോഗി മാത്രമാണ് റോബോട്ടിക് ഡോഗ്. ബാക്കിയുള്ളതൊക്കെ നോർമൽ ഡോഗികളാണ്. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, അവരുടെ കോളേഴ്സിൽ ഒരു ബ്ലൂ ബട്ടൺ ഉണ്ട്. അതിന് വേഗം പ്രസ് ചെയ്യ്. അതിനുശേഷം എല്ലാ ഡോഗ്സും നമ്മൾ പറയുന്നതൊക്കെ കേൾക്കൂ. സോറി ഡോഗി, സോറി, തെറ്റ് പറ്റി പോയതാണ്. ഇനി നിങ്ങളെ കൊണ്ട് ഒരു ജോലി എടുപ്പിക്കില്ല. Very well, Motu Patlu. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കാണിച്ചിട്ടാ, അതായത് എന്ത് സ്പെഷ്യൽ ആണ് നിങ്ങൾ ഇവിടെ പഠിപ്പിച്ചു കൊടുത്തത്. മോട്ടു നീ പോ. ഇപ്പൊ നീ പറയുന്നതൊക്കെ ഇവര് കേട്ടോളും. നീ പറയുന്നത് കൊണ്ട് ഞാൻ അനുസരിച്ചോളാം. നിങ്ങൾ എല്ലാവരും ടൈഗറിനെ ഒന്ന് മാറ്റി നിർത്തിക്കേ. വരൂ പിടിക്കാം. ഓക്കേ എന്റെ പൊന്നു മക്കളെ, അറ്റൻഷൻ. Forward march. Left, right, 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 left, right. Left, right, 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 left. Wow! എനിക്ക് ഇതുപോലൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. Parade stop. എന്റെ ഡോഗിന് എന്താണ് പറഞ്ഞു കൊടുത്തത് അത് കാണിക്കാമോ? ഓക്കെ മോട്ടു, ചെയ്ത് കൊടുത്തേക്ക്. അതെ സാറേ, ഞാൻ ഈ ഡോഗിന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അവരുടെ മുതലാളിമാരെ എങ്ങനെ അനുസരിപ്പിക്കണമെന്നാണ്. മുതലാളിമാരെയോ? അതെങ്ങനെയാ? ടൈഗർ,
ദേ നിന്റെ ആ മുതലാളിയോട് ഇരുന്നിട്ട് റോൾ ചെയ്യാൻ പറഞ്ഞേ. എന്താ നിങ്ങൾ പറയുന്നത്? അതൊന്നും ഞാൻ ചെയ്യില്ല. ചെല്ലേ. ഇരിക്കാം, ഞാൻ ഇരിക്കാം. വെയിറ്റ്. ഇനി പോസ്റ്റിൽ കയറാൻ പറഞ്ഞേ. സോറി തെറ്റായി. മോട്ടു പത്ലു, ഇതിനു മേലെ ഒന്നും ചെയ്യിക്കണ്ട. എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞു. അയ്യോ, എന്നെ വിട്ടേക്ക്. മോട്ടു പത്ലു, നിങ്ങൾ ജയിച്ചിരിക്കുന്നു. പ്ലീസ് എന്നെയും ഇതുപോലെ ട്രെയിൻ ചെയ്യാൻ പഠിപ്പിക്കാമോ പ്ലീസ്? എത്രയും വേഗം. നല്ല പെയിന്റിംഗ് അല്ലേ? നല്ല സ്ഥലമല്ലേ? കൊള്ളാം കൊള്ളാം കൊള്ളാം. സൂപ്പർ സൂപ്പർ. അടിപൊളിയായിട്ടുണ്ട്. കാണാൻ പറ്റുമോ? ദേ കണ്ടോ? വരൂ. അടിപൊളി. സൂപ്പർ. നല്ല രസമുണ്ട്. Please move out. Please move out. It's closing time. ഒരുപാട് സമയമായല്ലോ. മോട്ട് ഇനിയും വാഷ്റൂം ഒന്നും വന്നില്ലല്ലോ. വരൂ പോയി നോക്കാം. അല്ല, എല്ലാവന്മാരും എവിടെ പോയി? ആരാണ് നിങ്ങളൊക്കെ? ഇവിടെ എന്തോ ചെയ്യുന്നത്? താനാരാ? താനെങ്ങനെ അകത്ത് വന്നത്? മ്യൂസിയം അടച്ചിട്ട് കുറെ നേരമായല്ലോ. ഞാൻ വാഷ്റൂമിലേക്ക് പോയതായിരുന്നു. എന്നിട്ട് എന്റെ കൂട്ടുകാരെ അന്വേഷിക്കുകയായിരുന്നു. ആ എന്നാ ചെല്ല്, നിങ്ങൾ കൂട്ടുകാരെ അന്വേഷിക്കേ. ഞങ്ങൾ ഇവിടെ വൃത്തിയാക്കാൻ വന്നവരാ. അവിടെ നിൽക്കേ. ഇങ്ങനെ മേളി കൂടെ ആണോടോ വൃത്തിയാക്കാൻ വേണ്ടി വരിക? അത് വിശ്വാസം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മേലെ ചെന്ന് നോക്കാം. സോപ്പ്, വാഷിംഗ് പൗഡർ, വാക്യൂം ക്ലീനർ ഒക്കെ ഞങ്ങൾ മുകളിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങളെ കണ്ടിട്ട് നല്ല ശക്തിശാലിനെ പോലെ ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ആ വാക്യൂം ക്ലീനർ മുകളിൽ നിന്ന് എടുത്തിട്ട് വരുമോ പ്ലീസ്? എല്ലാവരും പറയാറുണ്ട് ഞാൻ ഭയങ്കര ശക്തിശാലിയാണെന്ന്. ദേ ഇപ്പൊ തന്നെ ഞാൻ വാക്യൂം ക്ലീനർ എടുത്തോണ്ട് വരാമെന്ന്. എത്രയും പെട്ടെന്ന് മോണോലിസിന്റെ പെയിന്റിംഗ് അടിച്ചു മാറ്റിയിട്ട് രക്ഷപ്പെടാനുള്ള ഇന്നൊരു വഴി നോക്കണം. ചെല്ല്. അല്ല, ഇവിടെ അങ്ങ് ഒരു സാധനം കാണുന്നില്ലല്ലോ. അതെ ചേട്ടന്മാരെ, എന്റെ മോട്ടു, നീ മുകളിൽ എന്താ കിടന്ന് കാണിക്കുന്നേ? എന്റെ പത്തിലു, ഈ മ്യൂസിയം വൃത്തിയാക്കാൻ വേണ്ടി വന്നവർ ഈ കയറി കൂടെ ഇറങ്ങി വരുമായിരുന്നു. അവരാണ് എന്നോട് മേളിൽ പോയി വാഷിംഗ് പൗഡറും വാക്യൂം ക്ലീനറും ഒക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞത്. പക്ഷെ മേളിൽ പോയി നോക്കിയപ്പോ ഒരു സാധനം ഇരിപ്പില്ലെന്നേ. മോട്ടു, മുകളില് കഴുകി വൃത്തിയാക്കാൻ വന്നവരൊന്നും അല്ല, അത് കള്ളന്മാരാണ്. മോട്ടു, നീ ഇത്ര നേരം സംസാരിച്ചത് കള്ളന്മാരോടാണ്. നീ വേഗം ഇറങ്ങി വാ, അവരെ പിടിക്ക്. എന്നെ വിഡ്ഢിയാക്കിയതാണോ? ഞാൻ അവന്മാരെ വെറുതെ വിടില്ലോ. ശരി, നമുക്ക് എല്ലാവർക്കും വെവ്വേറെ ഡയറക്ഷനിൽ പോയി നോക്കാം. കണ്ടു കഴിഞ്ഞാൽ ഫോണിൽ വിളിച്ച് ഇൻഫോം ചെയ്യ്. വേഗം വരൂ. ഓ നോ, ഇനി നമ്മൾ എന്താ ചെയ്യാ? സൈറൻ അടിച്ചു തുടങ്ങിയല്ലോ. ഇനി പെട്ടെന്ന് പോലീസിങ് എത്തും. ഓടിക്കോ, അകത്ത് കള്ളൻ കയറിയിട്ടുണ്ട്. Call the police! Call the police!
അല്ല സാറെന്താ ഇവിടെ എന്തിനാ സാർ ഈ സൈറൻ അടിക്കുന്നത്? നീ മോണാലിസയുടെ ഫോട്ടോ മോഷ്ടിക്കാൻ വന്നതല്ലേ? എന്നിട്ട് എന്നോട് ചോദിക്കാണ് നീ സൈറൺ എന്തിനാ അടിച്ചതെന്നല്ലേ? സാർ ഇത് ഞങ്ങളാണ് എടുത്തു മാറ്റിയത്. പക്ഷെ അവിടെ വൃത്തിയാക്കാനായിരുന്നു, ഒരുപാട് പൊടിയുണ്ടായിരുന്നു അവിടെ. സാർ ഇത് 1 മിനിറ്റ് പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് ആ സ്ഥലം വൃത്തിയാക്കിയിട്ട് വരാം. ഓ സോറി സോറി, ഞാൻ നിങ്ങളെ കള്ളന്മാരാന്ന് കരുതിപ്പോയി. സോറി, തരൂ, എനിക്ക് തരൂ. താങ്ക് യു സാർ. സാറൊന്ന് അങ്ങോട്ട് നോക്കി ആരോ വരുന്നുണ്ടോന്ന്. ഞങ്ങൾ ഈ ഭാഗം നോക്കിക്കോളാം. ഇല്ല ബോസ്, ഇല്ല. ഇത് മോഷ്ടിക്കാൻ നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടിട്ടുണ്ടെന്ന് അറിയാലോ. പക്ഷേ അതെ അതെ ബോസ്, എന്നിട്ട് നിങ്ങൾ ഇയാൾക്ക് കൊടുക്കുകയാണോ? അല്ല, അവരുദ്ദേശിച്ചത് ഇത് എത്ര കഷ്ടപ്പെട്ടിട്ടാ മോഷ്ടിക്കാതെ നോക്കിയതെന്നാ. ഇതിപ്പോ നമ്മളുടെ കയ്യിലല്ലേ, അതായത് താങ്കളുടെ കയ്യിൽ. മണ്ടന്മാരെ, നമുക്ക് ഈ ഫോട്ടോ പിന്നീട് അടിച്ചു മാറ്റാം. സെക്യൂരിറ്റി ഗാർഡ് ഇവിടെ വരുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാം. പോലീസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് കള്ളന്മാരെ കണ്ടു കഴിഞ്ഞു. വരൂ, നമുക്ക് പുറത്തേക്ക് പോവാ. വരാനാ പറഞ്ഞത്. പൊളിച്ചെടുത്തല്ല. മോട്ടുന്റെ കയ്യിൽ ഈ പെയിന്റിംഗ് എങ്ങനെ എത്തിയത്? Hands up! You are under arrest. നിങ്ങളുടെ കളറുള്ള കൈകൾ ഞാൻ പിടിച്ചിരിക്കുന്നു. അല്ല, അതിനിവിടെ കളർ ഇവിടെ. പത്തിലു, നമ്മുടെ കയ്യിൽ കളറൊന്നും ഇല്ലല്ലോ. എന്റെ മോട്ടു, അതൊരു പഴഞ്ചൊല്ലാണ്. നിന്റെ കയ്യിൽ മോണോലിസയുടെ പെയിന്റിംഗ് ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് അവര് വിചാരിച്ചത് നമ്മൾ കള്ളന്മാരാണെന്നാ. സാറേ സാറേ, ഞാൻ പറയുന്നത് കേൾക്കും, ഞങ്ങൾ കള്ളന്മാരല്ല. അതെ സാറേ, ഞങ്ങൾ കള്ളന്മാരൊന്നുമല്ല. ഇതൊക്കെ ആ വൃത്തിയാക്കാൻ വേണ്ടി വന്നവന്മാർ ചെയ്ത് പണിയാ. എന്റെ മോട്ടു, അവര് വൃത്തിയാക്കാൻ വന്നവരൊന്നും അല്ല. അവർ ഇവിടുന്ന് നിന്നെ വിഡ്ഢിയാക്കിയിട്ട് പോയതാണ്. വേഗം ഇവിടുന്ന് ഓടാൻ നോക്ക്. ഇവരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ദേ ഇവിടെ കള്ളന്മാര്, ഓടിക്കോ. ഓടിക്കോ. കള്ളന്മാര് ഓടാൻ നോക്കല്ലേ? അവരുടെ കഥ തീർത്ത് കളയും. അവര് നമ്മൾ ഒരിക്കലും പിടികൂടരുത്. പൊളിച്ചെടുത്തല്ല. ആദ്യം സ്വയം രക്ഷപ്പെടാം, എന്നിട്ട് അവന്മാരെ പിടിക്കാം. ഓടിക്കാം. Hey, stop in the name of law. Charge. അല്ല ബോസ്, ഇവിടെ എവിടുത്തെ തേങ്ങ വീണേ? Super. അയാൾ ഏത് വെപ്പനാണ് ഉപയോഗിച്ചത്? അവരൊക്കെ ഏത് വഴി പോയിട്ടാണ് രക്ഷപ്പെട്ടത്? ബാസ് ബാസ്, ഹാളിന്റെ നടുക്ക് ആ ഫ്രെയിം എങ്ങനെ വന്നത്? ഫ്രെയിം പൊതുവെ ചുമരിൽ ഉണ്ടാവുന്നത്. ഇത്ര നേരമായിട്ട് ഇപ്പോഴാണ് നിനക്കത് പറയാൻ തോന്നുന്നത്? എവിടെയാണ് അവൻ? കാണിക്ക്, ചെല്ല്. വേഗം ഇവിടെ ഓടിക്കോ. പിടിക്കവരെ. എന്റെ ചേട്ടന്മാര്, ഇവിടുന്ന് രക്ഷപ്പെടാൻ വഴിയൊന്നും കാണുന്നില്ലല്ലോ. എന്താ ചെയ്യാ? Please, will you help us to get up? ആരെങ്കിലും ഒന്ന് കൈ തന്നെ എന്നെ സഹായിക്കേ, വേഗം. കൈ തന്നെ സഹായിക്കാൻ പറഞ്ഞ ചവിട്ടിട്ട് പോന്നോടാ മണ്ടന്മാരെ. Thank you, thank you, thank you. Now you help your boss. വേഗം സമയം കളയണ്ട. നിങ്ങൾ എന്തിനാണ് അവരെ രക്ഷപ്പെടുത്തിയത്? അവർ ഓടിക്കളഞ്ഞു, കണ്ടില്ലേ? അതെ ബോസ്, ബോസ്, അവരൊക്കെ വളരെ ഡീസന്റ് ആൾക്കാരാണ്. അവരൊരു സഹായം ചോദിച്ചു, പിന്നെ താങ്ക്സും പറഞ്ഞു. ഓ, നിങ്ങൾ സഹായിക്കേണ്ടത് എനിക്കായിരുന്നു, അല്ലാണ്ട് അവർക്കല്ല. ഞാനാണ് ഇവിടെ താഴെ വീണ് കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ പൊക്ക്. ഓ, ഇങ്ങനെ അല്ലടാ, ഇങ്ങനെയല്ലേ? പിന്നെ എങ്ങനെയാണ് പൊക്കേണ്ടത് ബോസ്? നിങ്ങൾ രണ്ടുപേരും വെച്ച് ഞാൻ എന്ത് ചെയ്യാനാടാ?
പത്തുലു നമ്മൾ അവന്മാരെ പിടിക്കാനല്ലേ പോയത്, എന്നിട്ട് ഇപ്പൊ രക്ഷപ്പെടാൻ നോക്കിയാൽ എങ്ങനെയാ? അവരുടെ കയ്യിൽ ബബിൾ കം ഉണ്ടായിരുന്നു. പത്തുലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. അവന്മാരെങ്ങനെയാ പിടിക്കുക? അവരൊക്കെ ഏത് വഴി പോയിട്ടാണ് രക്ഷപ്പെട്ടത്? ഐഡിയ കേൾക്ക്. വേഗം വരും, നമുക്ക് ഈ കയറുപയോഗിച്ച് പുറത്തു പോവാം. ഇവിടെ ഇപ്പൊ ആരും തന്നെ ഇല്ല. ഇപ്പൊ അവരുടെ രണ്ട് കൈകളും ബിസിയാണ്. ലേസർ ഗൺ കൊണ്ട് ഫയർ ചെയ്യാൻ കഴിയില്ല. ഡോക്ടർ ജഡ്ക, നിങ്ങൾ വേഗം ഫ്ലൈയിങ് ഹെൽമെറ്റ് എടുക്ക. വേഗം എന്റെ ചങ്ക എന്റെ ബ്രോ ദാ എന്റെ എടുത്തോ. വരൂ. അല്ല, നിങ്ങളൊക്കെ പറക്കുകയും ചെയ്യോ? Hey, come down, otherwise I will shoot you. നിങ്ങൾ പേടിക്കണ്ട ഇൻസ്പെക്ടർ സാറേ, കള്ളന്മാര് ദേ ഇപ്പൊ താഴെ വരാൻ പോവാണ്. ചാർജ്. ഇൻസ്പെക്ടർ സാർ, നിങ്ങൾ അന്വേഷിക്കുന്ന കള്ളന്മാർ ഇവരാണ്. ഞങ്ങളാണെന്ന് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചതാണ്. ഹലോ ഓസ്കർ ലിയോട്ടിയോ, ഈ പ്രാവശ്യം നിങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. താങ്ക് യു മോട്ടു പത്ലു. ഞാൻ നിങ്ങൾക്ക് സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങിത്തരാം. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. സമ്മാനമായിട്ട് സമൂസ കിട്ടിയാൽ നന്നായിരുന്നു. അപ്പൊ നല്ല രസമായിരിക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.